Hello. ഞാൻ ഇന്ന് ഒരു അസൈൻമെന്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലൂപ്സില്. സോ ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ചോദിക്കണം കേട്ടോ. ഹലോ. ഹലോ. ഓക്കെ, നമുക്ക് അനഘ ഞാൻ അസൈൻമെന്റ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഓക്കെ, സോ നമ്മൾ ഇന്നലെ എടുത്തു തീർത്തത് വൈൽ ലൂപ്പ് ആയിരുന്നു. വൈൽ ലൂപ്പ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ, ഡൗട്ട് ഉണ്ടോ? അതിലൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഇന്നലെ ലാസ്റ്റില് വോവൽസിന്റെ ഒരു പ്രോഗ്രാം കോഡ് ചെയ്തില്ലേ? അത് നമ്മൾ കൗണ്ട് ആണ് ഇന്നലെ പ്രിന്റ് ചെയ്യാൻ നോക്കിയത്. ഇപ്പൊ നമുക്ക് ആ വവൽസിനെ തന്നെ പ്രിന്റ് ചെയ്യണമെങ്കിലോ? അതായത് ഓരോ വവലായിട്ട് പ്രിന്റ് നെയിം സ്ക്വയർ ബ്രാക്കറ്റ്സ് ആയി കൊടുക്കുക ഇഫിൽ തന്നെ. ഷെയർ ചെയ്യോടെ സ്ക്രീന് പറഞ്ഞുതരാം. സ്ക്രീൻ കാണാമോ? കാണാം. കുറച്ച് ബ്ലർഡ് ഔട്ട് ആണ് കേട്ടോ. ഇപ്പോഴോ? ഇപ്പൊ ലോഡിംഗ് ആയി. ഓക്കെ ഓക്കെ, ലൂപ്സ് എടുത്തേടാ. യെസ്, ഇഫ് കൗണ്ട് ഈക്വൽസ് കൗണ്ട് പ്ലസ് 1 കൊടുത്തിട്ടില്ലേടാ? അതിന്റെ തൊട്ട് താഴെ ടൈപ്പ് ചെയ്തേ കൗണ്ട് ഈക്വൽസ് കൗണ്ട് പ്ലസ് 1 തൊട്ട് താഴെ പ്രിന്റ് നെയിം സ്ക്വയർ ബ്രാക്കറ്റ്സിൽ ഐ. കണ്ടോ? അപ്പൊ ഇഫിന്റെ താഴെ തന്നെ വരണമല്ലേ? ഞാൻ ഇതിന്റെ താഴെയാ നോക്കിയത്. അതിന്റെ താഴെ കൊടുത്താൽ നമുക്ക് പ്രിന്റ് ആവത്തില്ലല്ലോ. അവിടെ ഐ എന്ന് പറഞ്ഞ വാല്യൂ എന്താ ലാസ്റ്റ് ഇൻഡെക്സ് കിട്ടത്തുള്ളൂ നമുക്കപ്പോ. നമുക്ക് വേണ്ടത് എങ്ങനെയാ, ആ സ്പെസിഫിക് ഇൻഡെക്സ് ഉള്ള വാല്യൂനല്ലേ? അതെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈസ് ലൂപ്സിൽ നമ്മൾ വൈൽ ലൂപ്പ് വരെ പറഞ്ഞു നിർത്തി അല്ലേ? ഇനി ഒരു കാര്യം ചെയ്യൂ, ഇവിടെ വൈൽ ഐ ലെസ് ദാൻ നെയിം എന്ന് ഈ കോഡില്ലേടാ, ഈ കോഡ് തന്നെ ഒരു വട്ടം കോപ്പി പേസ്റ്റ് ചെയ്തേ, ഇതൊന്ന് കമന്റ് ചെയ്തിട്ടോ. താഴേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിടുക, എന്നിട്ട് ഇത് കമന്റ് ചെയ്തിടുക. ഓക്കെ, ഇവിടെ അഖിലേന്ദു പൈച്ചം ഓപ്പൺ ആണല്ലോ അല്ലേ? ആണാണ്. ഓക്കെ ഓക്കെ, സോ ഇവിടെ ഈ നമ്മുടെ വൈൽ ലൂപ്പ് എൻഡ് ചെയ്യുന്നത്, അതായത് ഐ ഈക്വൽസ് ഐ പ്ലസ് 1 കഴിഞ്ഞിട്ട് എൻ്റർ അടിച്ചേടാ. backspace else colon എൻ്റർ അടിക്കൂ. അവിടെ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും പ്രിന്റ് ചെയ്യൂ. കണ്ടീഷൻ ഈസ് നോട്ട് മെറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യൂ അവിടെ.
ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയടാ അപ്പൊ ഇത്. ഓക്കെ, അതായത് നമ്മളുടെ ഇതില് നമ്മളുടെ ഐട്രേഷൻസ് പോയി, അതിൽ ഏറ്റവും അവസാനം എപ്പോഴാണോ നമ്മളുടെ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് ഫെയിൽ ആയത്, അതായത് ഐ ലെസ് ദാൻ എലിയൻ ഓഫ് നെയിം എന്നുമായ കണ്ടീഷൻ എപ്പോഴാണോ ഫെയിൽ ആയത്, അപ്പോൾ നേരെ എൽസ് പാർട്ടിലേക്ക് വന്നു ആൻഡ് കണ്ടീഷൻ ഈസ് നോട്ട് മെറ്റ് എന്ന് പ്രിന്റ് ചെയ്തു അല്ലേ? അതെ. അതായത് വൈൽ ലൂപ്പിലെ കണ്ടീഷൻ മീറ്റ് ചെയ്യാതെ വരുന്ന സിറ്റുവേഷനിൽ, വൈൽ ലൂപ്പിന്റെ സിറ്റുവേഷൻ മീറ്റ് ചെയ്യാതെ വരിക വെച്ചാൽ എന്താണ്? വൈൽ ലൂപ്പ് എക്സിറ്റ് ചെയ്യുക അല്ലേ? വൈൽ ലൂപ്പ് എക്സിറ്റ് ചെയ്ത ശേഷം എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം പ്രിന്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഈ വൈൽ ലൂപ്പിനോട് കണക്ട് ചെയ്തുകൊണ്ട് ഈ കണ്ടീഷൻ മീറ്റ് ചെയ്യാതെ ആവുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എനിക്കൊരു കാര്യം, ഒരു സ്പെസിഫിക് ആക്ഷൻ പെർഫോം ചെയ്യാനുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൈൽ എൽസ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഈ വൈൽ എൽസ് എന്ന് പറയുന്നത് പൈത്തണിൽ മാത്രമുള്ള ടൈപ്പ് ഓഫ് ലൂപ്പാണ്. വേറൊരു ലാംഗ്വേജിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. വൈലും ഫോറും നമുക്ക് എല്ലാ ലാംഗ്വേജിലും കാണാൻ പറ്റും. വൈൽ എൽസ് പൈത്തണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണോടാ? എപ്പോഴാണ് നമ്മുടെ വൈൽ എൽസിൽ എൽസ് പാർട്ട് വർക്ക് ചെയ്യുന്നത്? ക്ലിയർ ആണോ? ഇവിടെ ഐ വരെ എത്തി, അഞ്ജലിയുടെ ഐ വരെ എത്തി, എലിയൻ ഓഫ് നെയിം എത്തിക്കഴിഞ്ഞതിന്റെ ശേഷം ഐ ലെസ് ദാൻ എലിയൻ ഓഫ് നെയിം സാറ്റിസ്ഫൈഡ് ആയില്ല, അപ്പൊ നേരെ എൽസ് പാർട്ടിലേക്ക് വന്നു ആൻഡ് കണ്ടീഷൻ ഈസ് നോട്ട് മെറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആരെ പ്രിന്റ് ചെയ്തു? കൗണ്ടിനെ പ്രിന്റ് ചെയ്തു. മനസ്സിലായടാ? ഓക്കെ, അഖിലേന്ദു ക്ലിയർ ആണോ? കൃഷ്ണകുമാർ ഫോൺ ത്രൂ ആണ് ജോയിൻ ചെയ്യുന്നതെന്ന് അറിയാം. ക്ലിയർ ആണോ? ഏകദേശം ക്ലിയർ ആണ്, ഞാൻ കുറച്ച് ലാഗിങ് ആണ്. ഓക്കെ, എവിടെ വെച്ച ലാഗിങ് ആയിട്ടില്ലേ? അതെനിക്ക് ഇന്നലത്തെ ക്ലാസ് മിസ്സായില്ല. അപ്പം ഇന്ന് ഓഫീസിൽ വന്നിട്ട് എനിക്ക് ഹാഫ് വീഡിയോ ഞാൻ കണ്ടിട്ടുള്ളൂ. നേരത്തെ ഇന്നലത്തെ ഫോർ ലൂപ്പിന്റെ സൈസ് ഓഫ് നെയിമിന്റെ അവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഇതെനിക്ക് കോൺസെപ്റ്റ് മനസ്സിലായി. ഓക്കെ, അതായത് തലേന്നത്തെ കണ്ടിന്യൂഷൻ കിട്ടാത്തതിന്റെ പ്രശ്നമാണല്ലേ? ഓക്കെ, കൃഷ്ണകുമാർക്ക് മെസ്സേജ് കിട്ടിയടാ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ വൈൽ എൽസ് വരെ പറഞ്ഞെത്തി. ഇനി ഈ ലൂപ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് നമുക്ക്. ഓക്കെ, ഈ ലൂപ്പിനെ കൺട്രോൾ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് 3 എണ്ണമാണ്. പാസ്, ബ്രേക്ക്, കണ്ടിന്യൂ. സോറി, സ്പെല്ലിംഗ് ചെറുതായിട്ടും തെറ്റി. കണ്ടിന്യൂ ഉണ്ട്. കണ്ടിന്യൂ. ഓക്കെ, പാസ്, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ബ്രേക്ക്, കണ്ടിന്യൂ ആൻഡ് പാസ്. കണ്ടിന്യൂവിന്റെ ഫസ്റ്റ് അത് എടുത്ത് കളഞ്ഞേക്കിടാ. കണ്ടിന്യൂവിന്റെ ഫസ്റ്റ് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നായിരുന്നു. ഓക്കെ, ഓക്കെ ഫൈൻ. ഇനി പാസ്, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള 3 ഇതുണ്ട്. ഇനി ഒരു കാര്യം ചെയ്തോടാ, ജസ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തോ.
ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് പുതിയ പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഓക്കെ. ഇപ്പോൾ ലെറ്റ്സ് സേ നിങ്ങളോട് ഞാൻ പറയുന്ന കണ്ടീഷൻ 1 to 5 എനിക്ക് ഐട്രേറ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് ആ ഐട്രേഷനിൽ എപ്പോഴാണോ 3 എന്ന് പറഞ്ഞ വാല്യൂ വരുന്നത് ഐന്, i ഈസ് ഈക്വൽ ടു 3 ആവുമ്പോൾ എനിക്ക് ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് കടക്കണം. കണ്ടീഷൻ ക്ലിയർ ആണോടാ? ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, ആദ്യം ജസ്റ്റ് ഒരു ഫോർ ലൂപ്പ് എഴുതിക്കേ. റേഞ്ച് വരുന്നത് 1 to 5. ഓക്കെ, സ്റ്റെപ്പിംഗ് ബൈ 1 തന്നെയാണ്, സ്പെസിഫൈ ചെയ്യണം നിർബന്ധമില്ല. കോളം കൊടുക്കൂ. ഞാൻ പറഞ്ഞ കണ്ടീഷൻ എന്തായിരുന്നു? ഐയുടെ വാല്യൂ ഈക്വൽസ് 3 ആണെങ്കിൽ എന്നാണ് കണ്ടീഷൻ പറഞ്ഞത് അല്ലേ? അപ്പൊ എങ്ങനെയാ കണ്ടീഷൻ കൊടുക്കുക? If I 3 ആണെങ്കിൽ എന്നാണ് എന്റെ കണ്ടീഷൻ. 3 കോളം കൊടുത്തേടാ, എൻ്റർ അടിക്കാം. ബ്രേക്ക് എന്ന് കൊടുക്കാം, BREAK, ബ്രേക്ക്. എൻ്റർ അടിച്ചോടാ. ഒരു കാര്യം ചെയ്യൂ, ഇഫ് I ഡബിൾ ഈക്വൽസ് 3 ബ്രേക്ക്, എന്നിട്ട് ഇഫിന്റെ സെയിം ബ്ലോക്കിലേക്ക് വന്നിട്ട് പ്രിന്റ് I. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേടാ. വണ്ണും 2ഉം പ്രിന്റ് ആയി അല്ലേ? ആക്ച്വലി ഈ ബ്രേക്ക് ഇല്ലായിരുന്നെങ്കിൽ അഗെയിൻ ഐട്രേഷൻ ഏത് വരെ പോവായിരുന്നു? 5 വരെ 4 വരെയോ? 4 വരെ പോകും അല്ലേ? ഇഫ് I ഈക്വൽസ് 3 ബ്രേക്ക് അവിടെ വെച്ചിട്ട് എനിക്ക് ലൂപ്പിൽ നിന്ന് പുറത്ത് കടക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്ത് പറഞ്ഞു? ബ്രേക്ക് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ബ്രേക്ക് കൊടുത്തോടെ എന്ത് സംഭവിച്ചു? ആ കണ്ടീഷൻ മീറ്റ് ചെയ്തതോട് കൂടി ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് കടന്നു. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇനി ഇതേ എക്സാമ്പിൾ തന്നെ താഴെ എഴുതിക്കണം ഒന്നുകൂടെ. ഫോർ I in range of 1,5. സെയിം എക്സാമ്പിൾ തന്നെ. ഇത്തവണ ഇഫ് I ഈക്വൽസ് 3 ബ്രേക്കിന് പകരം കണ്ടിന്യൂ കൊടുത്തേടാ. കണ്ടിന്യൂ, പ്രിന്റ് ഓഫ് ആയി. എന്തൊക്കെ പ്രിന്റ് ആയി? 1, 2 and 4 പ്രിന്റ് ആയി. അതായത് 3 മാത്രം സ്കിപ്പ് ചെയ്തു അല്ലേ? നമ്മൾ ബ്രേക്ക് കൊടുത്തപ്പോ എന്താ സംഭവിച്ചത്? എന്റെ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് കടന്നു അല്ലേ? അതെ. ഓക്കെ, ബ്രേക്ക് പറയുമ്പോ നമ്മൾ എന്ത് പറഞ്ഞു? ലൂപ്പിൽ നിന്ന് നേരെ പുറത്തേക്ക് കടന്നു. ഇഫ് I ഈക്വൽസ് 3 കണ്ടിന്യൂ പറയുമ്പോ എന്ത് സംഭവിച്ചു?
ആ കണ്ടീഷൻ മീറ്റ് ചെയ്തപ്പോ നമ്മുടെ ആ ലൂപ്പിന്റെ എക്സിക്യൂഷൻ സ്കിപ്പ് ചെയ്തു. ഡിഫറൻസ് ക്ലിയർ ആയോ? ബ്രേക്കും കണ്ടിന്യൂവും തമ്മിലുള്ള ഓക്കെ. ഇനി ഈ ബ്രേക്കും കണ്ടിന്യൂവും നമ്മുടെ ബാക്കി എല്ലാ ലാംഗ്വേജസിലും ഇതേപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള 2 ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഞാൻ മൂന്നാമത് ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് കൂടെ പറഞ്ഞു, പാസ് എന്ന് പറഞ്ഞിട്ട് അല്ലേ? ഈ പാസ് എന്ന് പറയുന്നത് പൈത്തണിൽ മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കീവേഡ് ആണ്. ഓക്കെ, അപ്പൊ പാസ് എപ്പോഴാ യൂസ് ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എനിക്കൊരു ബ്ലോക്ക് ഓഫ് കോഡ് വേണം, എനിക്ക് 1 to 10 ഐറ്ററേറ്റ് ചെയ്യുന്ന ഒരു ലൂപ്പ് വേണം. ഓക്കെ, എനിക്ക് 1 to 10 എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ലൂപ്പ് വേണം. പക്ഷെ എനിക്ക് അതിൻ്റെ അകത്ത് എന്താണ് 1 to 10 ലൂപ്പിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ക്ലാരിറ്റി വന്നിട്ടില്ല, അല്ലെങ്കിൽ അത് ഞാൻ ഫർദർ അറിയിക്കത്തേ ഉള്ളൂ. മനസ്സിലായോ? എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ പ്രകാരം ഞാൻ എന്ത് ചെയ്യണം, ഒരു ലൂപ്പ് എഴുതി വെക്കണം. പക്ഷെ ലൂപ്പിൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല, അതിനുള്ള ഇൻസ്ട്രക്ഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനൊരു സിനാരിയോ വരുമ്പോ നമ്മളിപ്പം നമുക്ക് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്തു, ഫോർ I in range of 1,11 കൊടുത്തു. സോ 1,11 കൊടുത്തു കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ഓക്കെ, 1,11 കോളൻ കൊടുത്തു. നെക്സ്റ്റ് എന്ത് എക്സിക്യൂട്ട് ഉണ്ടെങ്കിൽ അറിയത്തില്ല. പക്ഷെ ഫോർ ലൂപ്സിന്റെ സിന്റാക്സ് പ്രകാരം എന്തുണ്ട്, അതോടെ നോട്ടെ. അപ്പോ ആ ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് പ്രകാരം എന്തെങ്കിലും ടൈപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ അല്ല. അതിന്റെ അകത്ത് രാവിലേട്ടനാ. ഓക്കെ, അപ്പോ എനിക്ക് അവിടെ എന്താ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ അവിടെ നീ കൊടുത്തില്ലെങ്കിലോ, എനിക്ക് അവിടെ എനിക്ക് എന്താ കൊടുക്കേണ്ടതെന്ന് അറിയില്ല. പക്ഷെ പെർ സിന്റാക്സ് ഞാൻ അവിടെ നീ കൊടുത്തേ പറ്റത്തുള്ളൂ അല്ലേ? സോ ഇങ്ങനെയുള്ള സിനാരിയോസിൽ നമുക്ക് പാസ് എന്ന് പറഞ്ഞ ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഓക്കെ, ടൈപ്പ് ചെയ്യടാ. ടൈപ്പ് ചെയ്തേ. ഫോർ I in range of 1 to 10 കൊടുത്തേടാ. 1 to 10 ഒരു ഇത് ക്രിയേറ്റ് ചെയ്തോടാ. കോളൻ പാസ് എന്ന് കൊടുക്കുക അവിടെ. ഈ പാസിന് പകരം നമ്മൾക്ക് എപ്പോഴാണോ നമുക്ക് അവിടെ ഇതിന്റെ ലോജിക്ക് കിട്ടുന്നത്, അന്നേരം നമുക്ക് അവിടെ ഫിക്സ് ചെയ്യാം. ഓക്കെ ആണോടാ? പാസ് എന്താന്ന് ക്ലിയർ ആണോ? പാസ് എന്ന് വെച്ചാൽ പ്ലേസ് ഹോൾഡർ ആണ്. ദാറ്റ് ഈസ് എ പ്ലേസ് ഹോൾഡർ ഫോർ ദ ലൂപ്സ് ഓർ ബ്ലോക്ക്. അത് വരയ്ക്കാൻ പാടില്ല, അത് വെച്ചു. സോ പാസ് എന്ന് വെച്ചാൽ പ്ലേസ് ഹോൾഡർ ആണ് where the code to be executed is not known. ക്ലിയർ ആണോടാ? പാസ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്നുള്ളത്, എനിക്കൊരു ബ്ലോക്ക് ഓഫ് കോഡ് എഴുതണം. പക്ഷെ ബ്ലോക്കിന്റെ തുടക്കം മാത്രമേ, ഡെഫിനിഷൻ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ, കണ്ടീഷൻ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അകത്ത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് എനിക്ക് ക്ലാരിറ്റി ഇല്ല. സോ ആ ക്ലാരിറ്റി വരുന്നത് വരെ ഒരു പ്ലേസ് ഹോൾഡർ ആയിട്ട് എനിക്കൊരു വാല്യൂ വേണം. അതാണ് പാസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പാസ് മനസ്സിലായടാ? പാസിന്റെ ഉപയോഗം മനസ്സിലായോ?
ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ പൈത്തണിൽ ഈ പാസ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടെ യൂസ് ചെയ്യുന്ന ഡെവലപ്പേഴ്സ് ആയിരിക്കും. ആസ് ടെസ്റ്റേഴ്സ് നിങ്ങൾക്ക് അതിന് യൂസ് ചെയ്യേണ്ടി വരില്ല. പക്ഷെ അറിഞ്ഞിരിക്കുക പാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന്. അപ്പൊ ഇപ്പൊ നമ്മളൊരു കോഡിൽ പാസ് കൊടുക്കുവാണെങ്കിൽ ഈ പാർട്ട് സ്കിപ്പായി നെക്സ്റ്റ് എക്സിക്യൂട്ട് ആവും. അതെ, എന്നാൽ നമുക്ക് അവിടെ എറേഴ്സ് പഠിക്കത്തില്ല. ക്ലിയർ ആണോ അവിടെ? അത് ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ബോർഡാണ്. ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് 3 ക്ലിയർ ആണോ? മാം എനിക്കൊരു ഡൗട്ട് ഉണ്ട്. സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ? ചെയ്തു. എനിക്കിത് ഈ ബ്രേക്ക് കണ്ടീഷൻ എനിക്ക് ഇതിന് എക്സ്പെക്ടഡ് റിസൾട്ട് എന്ന് പറയുന്നത് 1 and 2 അല്ലേ? 1 and 2 ആണ്. അത് പക്ഷെ എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് 1 1 2 2 3. അത് എന്തുകൊണ്ടാ? For I in range of print of I 2 തവണ പ്രിന്റ് കൊടുത്തു. പ്രിന്റ് ഓഫ് I 2-ലും 5-ലും ഉണ്ട്. മനസ്സിലായടാ? ഓക്കെ, ഗോട്ട് ഇറ്റ്. ശരി. ഓക്കെ, നമ്മളിപ്പോ ഏത് പറഞ്ഞു? ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു. ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഡൗട്ട് ഉണ്ടോ ഇനി? ഓക്കെ, ഇനി നമുക്കപ്പോ നെക്സ്റ്റ് എടുക്കാം. സ്ട്രിംഗ് ഹാൻഡ്ലിംഗ്. അടുത്ത ഫയൽ ക്രിയേറ്റ് ചെയ്യണോ? പറഞ്ഞുതരാം. സ്ട്രിംഗ് ഹാൻഡ്ലിങ്ങിന് ഫയൽ ക്രിയേറ്റ് ആകുമ്പോൾ ഞാൻ പറയാം. സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് എന്താന്ന് പറയുന്ന മുന്നേ വാട്ട് ഈസ് എ സ്ട്രിംഗ് എന്നുള്ളത് പറയണം. ഒരു സ്ട്രിംഗ് എന്ന് വെച്ചാൽ ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞാൽ ഡബിൾ കോഡ്സിൽ സിംഗിൾ കോഡ്സിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സ്ട്രിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പൊ നിങ്ങളുടെ നെയിം ഒരു സ്ട്രിംഗ് ആണ്, അല്ലെങ്കിൽ സ്കൂൾ നെയിം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രിംഗ് ആണ്. വാവേ, ഓക്കെ. സോ സ്ട്രിങ്സ് നമുക്കിപ്പോ ഒരു സ്ട്രിങ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ എന്തൊക്കെ മാനിപ്പുലേഷൻസ് ചെയ്യാം എന്നുള്ളതാണ് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു കാര്യം ചെയ്തോളൂ, ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തോളൂ. ഇനി string handling.py. ഒരു സ്ട്രിംഗ് ഡിഫൈൻ ചെയ്തോളൂ. ഓക്കെ, എല്ലാവരും ജസ്റ്റ് ഒരു സ്ട്രിംഗ് അസൈൻ ചെയ്യാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സ്ട്രിങ്ങിൽ ഓരോ ക്യാരക്ടേഴ്സ്, അത് HELLO ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സ്ട്രിങ്ങിൻ്റെ അകത്ത്.
സ്ട്രിങ് ഈക്വൽസ് എന്നിട്ട് കൊടുക്കരുത് കേട്ടോ. സ്ട്രിങ് ഒരു കീവേഡ് ആണെന്ന് പറയുന്നില്ല, പക്ഷെ സ്ട്രിങ്ങിനെ നമ്മൾ ഒരു വേരിയബിൾ നെയിം ആയിട്ട് കൊടുക്കരുത്. വേണമെങ്കിൽ ഗ്രീറ്റിംഗ് ഈക്വൽസ് എന്നിട്ട് കൊടുത്തോളൂ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഈക്വൽസ് എന്നിട്ട് കൊടുത്തോളൂ. ഓക്കെ. സോ ഈ ടെക്സ്റ്റിൽ ഉള്ള HELLO ഈ വാല്യൂസിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് വാല്യൂസ് ഉണ്ട്. ഓക്കെ, എല്ലാത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് വാല്യൂസ് ഉണ്ട്. അതില് ഫസ്റ്റ് ഓഫ് ഓൾ ഈ H എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, H എന്ന് പറഞ്ഞ സ്ട്രിംഗ് ക്യാരക്ടറിന്റെ ഇൻഡെക്സ് വാല്യൂ 0-ലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇയുടെ ഇൻഡെക്സ് വാല്യൂ എന്തായിരിക്കും? 1. ദെൻ അങ്ങനെ LLO എത്തുമ്പോൾ ഓയുടെ ഇൻഡെക്സ് വാല്യൂ എന്താണ്? 4 ആണോ? 4 അല്ലേ? ഇതിന്റെ ടോട്ടൽ ലെങ്ത് എത്രയായിരിക്കും? അല്ലെങ്കിൽ ടോട്ടൽ ഇതിൽ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്? 5 ഉണ്ട്. അതായത് ലാസ്റ്റ് ഇൻഡെക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ലെങ്ത് -1 ആയിരിക്കും. മനസ്സിലായോ? ഇവിടെ O എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ വാല്യൂ ടോട്ടൽ ലെങ്ത്തിന്റെ ഒരു 1 വാല്യൂ ലെസ്സർ ആയിരിക്കും. അതായത് 5 ആണ് ഇതിന്റെ ലെങ്ത് എങ്കിൽ 4 ആയിരിക്കും ലാസ്റ്റ് വാല്യൂവിന്റെ, ലാസ്റ്റ് സ്ട്രിങ്ങിലെ ലാസ്റ്റ് വാല്യൂവിന്റെ ഇൻഡെക്സ് വാല്യൂ. ക്ലിയർ ആണോ? ഇൻഡെക്സ് വാല്യൂ ക്ലിയർ ആണോടാ? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ. ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിയേ. ടെക്സ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ്സിൽ 0. ഇതുപോലെ ടെക്സ്റ്റ് 1, 2, 3 എല്ലാം ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിക്കേ എങ്ങനെയാ വരുന്നേന്ന്. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്തേടാ, താഴെ ടൈപ്പ് ചെയ്യാം. പ്രിന്റ് ടെക്സ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ്സിൽ -1. എന്താ ഇപ്പൊ പ്രിന്റ് ആയ ടെക്സ്റ്റ് ഓഫ് -1-ന്? O. അതായത് റിവേഴ്സിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാ മിസ്? അപ്പോ ഈ സ്ലാഷ് അതുപോലെ ഇത് ലെങ്ത്തിൽ വരുമോ? യെസ്, വരും. നമ്മൾ ഡബിൾ കോട്സിനകത്ത് എന്ത് കൊടുത്താൽ എല്ലാം ലെങ്ത്തിൽ വരും. അതൊന്ന് കൊടുത്തു നോക്കിയടാ. ആ ഹലോ കഴിഞ്ഞിട്ട് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തേ. ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്തേടാ. എക്സ്ക്ലമേഷൻ മാർക്ക് അല്ലേ ഇപ്പൊ -1 പ്രിന്റ് ആയത്?
അതായത് ലാസ്റ്റ് നമ്മുടെ സ്ട്രിങ്ങിലുള്ള ലാസ്റ്റ് ക്യാരക്ടറിന് 2 ഇൻഡെക്സ്, ഇതിൽ ഏതൊരു ക്യാരക്ടർ എടുത്താലും അതിൽ 2 ഇൻഡെക്സ് ഉണ്ടാവും. പോസിറ്റീവ് ഇൻഡെക്സ് ഉണ്ടാവും, നെഗറ്റീവ് ഇൻഡെക്സ് ഉണ്ടാവും. പോസിറ്റീവ് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങിൽ 0-ൽ നിന്ന്, അതായത് ഫസ്റ്റ് ക്യാരക്ടറിന്റെ വാല്യൂ 0-ൽ നിന്ന്. നെഗറ്റീവ് ഇൻഡെക്സും സ്റ്റാർട്ട് ചെയ്യുന്നത് ലാസ്റ്റ് ക്യാരക്ടറിന് -1-ൽ നിന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ്സിൽ -2 കൊടുത്താൽ എന്തായിരിക്കും പ്രിന്റ് ആവുന്നത്? എൽ എൽ അല്ല ഓ അല്ല ഓ ആണ് പ്രിന്റ് ആവുക. -2 കൊടുത്താൽ എൽ പ്രിന്റ് ആയി അല്ലേ? അല്ല ഓ പ്രിന്റ് ആയി. -2 കൊടുത്താൽ ഓ പ്രിന്റ് ആയി. -3 കൊടുത്താല് എൽ പ്രിന്റ് ആയി അല്ലേ? സോ ഇങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് ഇൻഡെക്സിങ്ങും നെഗറ്റീവ് ഇൻഡെക്സിങ്ങും ചെയ്യാം. ക്ലിയർ ആണോടാ? നെക്സ്റ്റ് ലൈനിൽ പ്രിന്റ് ചെയ്യടാ. -3 -4 എന്തെങ്കിലും വെച്ച് നോക്കടാ. -4. ക്ലിയർ ആയോടാ? ഇൻഡെക്സിങ് എങ്ങനെയാന്ന് ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ്. നമ്മളിപ്പോ നമുക്ക് എങ്ങനെ ഓരോ വാല്യൂസ് ആയിട്ട് ആക്സസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനിപ്പോ ഇതിൻ്റെ ഒരു ടേം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാമെന്നല്ലേ, ഈ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതിന് വേണ്ടി ഇതിൽ സ്ട്രിങ്ങിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് len. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ് ചെയ്യടാ പ്രിന്റ് ബ്രാക്കറ്റ്സിൽ len ബ്രാക്കറ്റ്സിൽ കൊടുക്കൂ ടെക്സ്റ്റ്. എന്താ പ്രിന്റ് ആയത്? എന്താ പ്രിന്റ് ആയത്? 6 അല്ലെ? ടോട്ടൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എത്രയാടാ? 6. അത് പ്രിന്റ് ആയി അല്ലേ? ഇൻ കേസ് നെക്സ്റ്റ് ലൈനിൽ വേർഡ് ഓർ ടെക്സ്റ്റ് ബ്രാക്കറ്റ്സ് ക്ലോസ് ആക്കിയാൽ ലെങ്ത് മാറുമോ? ഒന്ന് ചെയ്ത് നോക്കിയടാ. നെക്സ്റ്റ് ലൈനിലേക്ക് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ നമുക്ക് ഇല്ല ആക്ച്വലി. അതായത് ഡബിൾ കോട്ട്സ് എവിടെ എൻഡ് ചെയ്യുന്നു അവിടെ വെച്ചിട്ട് എടുക്കത്തുള്ളൂ. ഒന്ന് ചെയ്ത് നോക്കിയടാ. ഹലോന്റെ ഡബിൾ കോട്ട്സ് ഒന്ന് താഴത്തേക്ക് ആക്കിക്കേ, നെക്സ്റ്റ് ലൈനിലേക്ക് ആക്കിക്കേ. അങ്ങനെയല്ല കൃഷ്ണകുമാർ ചോദിച്ചത്. ബ്രാക്കറ്റ്സ് റിമൂവ് ചെയ്യടാ. അവിടെ മറ്റേ ഫ്രണ്ടിലെ ബ്രാക്കറ്റ്സ് റിമൂവ് ചെയ്തോ. എൻ്റർ അടിക്കൂ. ആ ഡബിൾ കോട്ട്സിന് തൊട്ട് മുന്നേ വെച്ച് എൻ്റർ അടിച്ചേടാ. അതെ, എക്സ്ക്ലമേഷൻ മാർക്ക് കഴിഞ്ഞിട്ട്. ഓക്കെ, അങ്ങനെ നിൽക്കട്ടെ. ഞാൻ ഒന്ന് പ്രിന്റ് ചെയ്തേ. അങ്ങനെയല്ല, എന്നിട്ട് അതിൽ ഡബിൾ കോട്ട്സ് റിമൂവ് ചെയ്തേ. ഇതോ? ഒരു ഡബിൾ കോട്ട്സ് റിമൂവ് ചെയ്യുക. മുകളിലെ ഹലോന്റെ അവിടുത്തെ
റിമൂവ് ചെയ്യുക. എന്നിട്ട് ആ ബ്രാക്കറ്റ്സ് ഇട്ടിട്ടില്ലേടാ, ബ്രാക്കറ്റ്സ് ഇട്ടതിൻ്റെ അവിടെ ഡബിൾ കോഡ്സ് ഇട്ടേ. ക്ലോസിംഗ് ബ്രാക്കറ്റ്സിൽ ലൈൻ നമ്പർ 2 വന്നിട്ട് എന്നിട്ട് ഒരെണ്ണം റിമൂവ് ചെയ്യുക അവിടുന്ന്, ഒറ്റ ഒരെണ്ണം. ഈ ഹലോ ഹലോ അല്ല, ലൈൻ നമ്പർ 2 2 ഡബിൾ കോഡ്സ് ഇല്ലേ, ഇപ്പൊ അതിലൊരു ഡബിൾ കോഡ്സ് ആക്കിക്കേ. ഓക്കെ, ഒറ്റ എണ്ണമായിട്ട് കൊടുക്കാം അവിടെ. മതി. എറർ അടിച്ചു കണ്ടോ? നമുക്ക് അതിന് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. അതായത് ഒരു നെക്സ്റ്റ് ലൈനിലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രിങ്ങിന് പോകാനുള്ള പ്രൊവിഷൻ ഇല്ല. അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് /n പോലെയുള്ള കമാൻഡ്സ് യൂസ് ചെയ്യാം. മനസ്സിലായോ? കൃഷ്ണകുമാർ ചോദിച്ചത് നെക്സ്റ്റ് ലൈനിലേക്ക് നെക്സ്റ്റ് ലൈനിലേക്ക് ഈ ഡബിൾ കോഡ്സ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുമോ മാറുമോ എന്നാണ് ചോദിച്ചത്. നമുക്ക് അതിനെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. അതായത് ഒരു സ്ട്രിങ്ങിനോടുള്ള എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ സിംഗിൾ ലൈനിൽ വരുന്ന കാര്യങ്ങളാണ് എഴുതുന്നതാണ് എക്സ്പെക്ടേഷൻ. അതല്ലാതെ എഴുതണമെങ്കിൽ നമുക്ക് ഞാനിപ്പോ ചാറ്റിൽ ഇട്ടതുപോലെ /n എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായടാ? ഡൗട്ട് ക്ലിയർ ആയല്ലേ? ഇനി നെക്സ്റ്റ് ടൈപ്പ് ചെയ്തോളൂ. നമ്മളിപ്പോ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്ലൈസിങ്. ലെറ്റ്സ് സേ എനിക്ക് ഈ സ്ട്രിങ്ങിന്റെ അകത്ത് നിന്ന് ഫസ്റ്റ് 2 ക്യാരക്ടേഴ്സിനെ കിട്ടണം. ഓക്കെ, ഫസ്റ്റ് 2 ക്യാരക്ടേഴ്സിനെ എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് റിട്രീവ് ചെയ്ത് കിട്ടണം. എങ്ങനെ എടുക്കുക? പ്രിന്റ് ബ്രാക്കറ്റ്സില് ടെക്സ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ്സില് :2 എന്ന് കൊടുക്കാം. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. HE എന്ന് മാത്രം പ്രിന്റ് ആയി അല്ലെ? ഫസ്റ്റ് 2 ലെറ്റേഴ്സ് കിട്ടി. അതായത് ഇൻഡെക്സ് വാല്യൂ ടിൽ 1 പ്രിന്റ് ആയി അല്ലെ? നമ്മുടെ ലൂപ്സിന്റെ കേസിൽ പറഞ്ഞതുപോലെ ലൂപ്സിൽ നമ്മൾ ഏതായിരുന്നു സ്റ്റോപ്പ് വാല്യൂ എപ്പോഴും സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ലിമിറ്റ് +1 ആണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് സ്ലൈസിങ്ങിലും സ്റ്റോപ്പ് വാല്യൂ സെറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ n വാല്യൂ സെറ്റ് ചെയ്യേണ്ടത് ഏത് ഇൻഡെക്സ് വാല്യൂ വരെ നമുക്ക് വേണമോ അത് +1 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോടാ? എങ്കിൽ ഒരു കാര്യം ചെയ്തേ, എനിക്കിതിലെ ഫസ്റ്റ് 4 ക്യാരക്ടേഴ്സ് കിട്ടണം. എങ്ങനെ എഴുതാൻ പറ്റും? കൃഷ്ണകുമാർ ഒന്ന് ചാറ്റിലിടാമോ? പ്രിന്റ് ഒന്നും വേണ്ട, ജസ്റ്റ് ടെക്സ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ്സിൽ എന്താ കൊടുക്കുക എന്ന് മാത്രം മതി. യെസ്, കറക്റ്റ്. ഞാൻ വന്ന് ഫസ്റ്റ് 4 ക്യാരക്ടേഴ്സാ അല്ലേ? ഫസ്റ്റ് 4 ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് വാല്യൂ 3 വരെ വരും. 0 1 2 3 ആണ് എന്ത് വരിക? 0 1 2 and 3. 3 ആണ് വരിക. അപ്പൊ 3 വരുമ്പോ എന്തായി? 3 + 1 4 എഴുതണം. കറക്റ്റ്. കൃഷ്ണകുമാറിന് ക്ലിയർ ആയോ? 5 അല്ല 4 ആണ് വരിക കേട്ടോ. അതായത് എനിക്ക് പ്രിന്റ് ചെയ്യേണ്ട എന്തായിരുന്നു? ഫസ്റ്റ് 4 ലെറ്റേഴ്സ് ആയിരുന്നു. 4 വരുമ്പോ ഇത് ഇൻഡെക്സ് വാല്യൂ വരിക 3 അല്ലേ? ആ ലാസ്റ്റ് ക്യാരക്ടറിന്
ഇനി നെക്സ്റ്റ് കൊടുത്തേടാ. എനിക്ക് വേണ്ടത് ഇൻഡെക്സ് വാല്യൂ 2 തൊട്ട് 4 വരെയുള്ള വാല്യൂ ആണ് എനിക്ക് കിട്ടണമെന്ന് വിചാരിക്കൂ. അത് കൊടുക്കാനായിട്ട് പ്രിന്റ് ബ്രാക്കറ്റ്സില് ടെക്സ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ്സ് 2:5 ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിക്കേ. LO അല്ലേ? 0 1 2 2 ഏതില് വന്നു? Lല് വന്നു. ആൻഡ് 5 ലിമിറ്റ് പറഞ്ഞത് കൊണ്ട് ഏത് വരെ പോവും? ഇൻഡെക്സ് വാല്യൂ ഏത് വരെയാണ് പോവുക? 4 വരെ പോവും. കറക്റ്റ്. ക്ലിയർ ആണോടാ? അഖിലേന്ദു, അനഘ, അതുപോലെ തന്നെ കൃഷ്ണകുമാർ. ക്ലിയർ ആണോ സ്ലൈസിങ്? ഇനി താഴെ ഞാൻ പറയുന്ന പോലെ കമാൻഡ് ഒന്ന് കൊടുക്കൂ. പ്രിന്റ് ടെക്സ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ്സില് :-1 എന്ന് കൊടുക്കാം. ഒന്ന് പ്രിന്റ് ചെയ്തേ. എൻറ്റയർ പ്രിന്റ് ആയി അല്ലേ? നെക്സ്റ്റ് ലൈനിൽ കൊടുത്തു നോക്കിയടാ, പ്രിന്റ് -1 : അങ്ങനെയല്ല, ടെക്സ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ്സിൽ -1 : ഏത് മാത്രം പ്രിന്റ് ആയി കിട്ടി നമുക്ക്? എക്സ്ക്ലമേഷൻ മാർക്കിനെ മാത്രം കിട്ടി അല്ലേ? നമ്മൾ സ്റ്റോപ്പ് വാല്യൂ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡെക്സിനെ മാത്രം എടുത്തു. ക്ലിയർ ആണോടാ? ഇനി നെക്സ്റ്റ് കൊടുത്തോളൂ, പ്രിന്റ്. ഒരു കാര്യം ചെയ്യടാ, ഒരു സ്ട്രിംഗ് വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തോളൂ. ടെക്സ്റ്റ് ഈക്വൽസ് ഹലോ എന്നുള്ളത് ആദ്യത്തെ പോലെ ആക്കണേടാ, ബ്രാക്കറ്റ്സ് ഒഴിവാക്കണേ. രണ്ട് ബ്രാക്കറ്റ്സ് ഇല്ലടാ, അത് റിമൂവ് ചെയ്തേ. ടെക്സ്റ്റ് ഈക്വൽസ് ഹലോ എന്ന് ജസ്റ്റ് ഡബിൾ കോട്ട്സിൽ മാത്രം. പിന്നെ ഒരു സ്ട്രിംഗ് വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തോളൂ. എന്തായാലും ടെക്സ്റ്റ് കൊടുത്തോളൂ. ഓക്കെ. ഇനി എനിക്ക് ഇതിന് കിട്ടേണ്ട ഔട്ട്പുട്ട് ഹലോ ആൽഫബറ്റ് എന്നാണ്. അതായത് ടെക്സ്റ്റിലുള്ള ക്യാരക്ടേഴ്സിനെയും അതുപോലെ വേർഡിലുള്ള ക്യാരക്ടേഴ്സിനെയും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതണം. ഓക്കെ, താഴെ കൊടുത്തേടാ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺകാറ്റിനേഷൻ. അതായത് ഒന്നിൽ കൂടുതൽ സ്ട്രിങ്ങുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യിക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് കോൺകാറ്റിനേഷൻ. ഓക്കെ, ടൈപ്പ് ചെയ്തടാ, പ്രിന്റ് ബ്രാക്കറ്റ്സില് ടെക്സ്റ്റ് പ്ലസ് വേർഡ്. എക്സിക്യൂട്ട് ചെയ്തടാ. ഇപ്പൊ എന്താ പ്രിന്റ് ആയത്? ഹലോ ആൽഫബറ്റ് എൻറ്റയർ ആയിട്ട് പ്രിന്റ് ആയി അല്ലേ? അതായത് ഒന്നിൽ കൂടുതൽ സ്ട്രിങ്സ് ഉണ്ട്. അപ്പൊ ആ സ്ട്രിങ്സിനെ തമ്മിൽ കമ്പൈൻ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന അന്നേ പറയുന്ന പേരാണ് കോൺകാറ്റിനേഷൻ. ആൻഡ് കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നതാണ് പ്ലസ്.
നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് കൊടുക്കണം. കോൺകാറ്റനേഷൻ ക്ലിയർ അല്ലേ? അതെ. ഇനി അടുത്തത് എങ്ങനെ നമുക്ക് കേസ് ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അതായത് ലോവർ കേസ് അപ്പർ കേസ് ഒക്കെ ആയിട്ട് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ലെറ്റ്സ് സേ ഈ ടെക്സ്റ്റിലെ കണ്ടന്റിനെ എല്ലാം പാടെ എനിക്ക് ഏതിലേക്ക് മാറ്റണം? ലോവർ കേസിലേക്ക് മാറ്റണം. എൻറ്റയർ ആയിട്ട് ലോവർ കേസിലേക്ക് മാറ്റണം. ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് സ്പേസ് വേണമെങ്കിൽ പ്ലസ് സ്പേസ് കൊടുക്കാം. ടെക്സ്റ്റ് പ്ലസ് സ്പേസ്, ഡബിൾ കോട്ട്സിൽ സ്പേസ് കൊടുക്കുക, പ്ലസ് കൊടുക്കുക. അതായത് ടെക്സ്റ്റ് കഴിഞ്ഞിട്ട് ഡബിൾ ടെക്സ്റ്റ് കഴിഞ്ഞ് പ്ലസ് ഇടുക, പ്ലസ് കഴിഞ്ഞ് ഡബിൾ കോട്ട്സ്. ഓക്കേ. എന്നിട്ട് വേർഡ് ഡബിൾ കോട്ട്സിൽ സ്പേസ് കൊടുക്കുക, എന്നിട്ട് അഗൈൻ ഡബിൾ കോട്ട്സ് കഴിഞ്ഞ് പ്ലസ് ഇടുക. ഇങ്ങനെ വരും. ചാറ്റിലുണ്ട്. ഡബിൾ കോട്ട്സ് കഴിഞ്ഞിട്ട് പ്ലസ് ഇടുക, വേർഡ്. ഓക്കേ. സോ നമ്മൾ കോൺകാറ്റനേഷൻ പറഞ്ഞു. ഇനി ചേഞ്ചിങ് ദ കേസ്. ഫസ്റ്റ് ടൈപ്പ് ചെയ്തേടാ പ്രിന്റ് ടെക്സ്റ്റ് ഡോട്ട് അപ്പർ. അപ്പർ കഴിഞ്ഞ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇടണം. അപ്പർ കഴിഞ്ഞിട്ട് ഒരു ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ്സ് ഇടുക കേട്ടോ. യെസ്, ഒന്ന് പ്രിന്റ് ചെയ്തേടാ, എക്സിക്യൂട്ട് ചെയ്തേനി. എല്ലാം ക്യാപിറ്റൽ ആയി അല്ലേ? ഇതുപോലെ കൊടുത്തു നോക്കിക്കേ. ടെക്സ്റ്റ് ഡോട്ട് ലോവറും ഇതുപോലെ കൊടുത്തേ. എല്ലാം ലോവർ കേസിൽ പ്രിന്റ് ആയി അല്ലേ? ഞാൻ ഇപ്പൊ ചാറ്റില് ഒരു സ്പേസ് സ്റ്റേറ്റ്മെന്റ് ഇട്ടുണ്ട്, ഒന്ന് എക്സിക്യൂട്ട് ചെയ്തേടാ. ഓക്കെ, ആ മെസ്സേജ് എന്നുള്ളത് മാറ്റിയിട്ട് പൈത്തണിൻ ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഒരു കാര്യം ചെയ്തോളൂ, എന്നിട്ട് ഒന്ന് എക്സിക്യൂട്ട് ചെയ്തേതില് ഇതൊന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്തേ. ഇന്നെന്ന് പറഞ്ഞ ഓപ്പറേറ്റർ എന്ത് ചെയ്യുന്ന ഞാൻ പറഞ്ഞത്? ഇന്ന് എന്തിനു യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണെന്നാ ഞാൻ പറഞ്ഞത്? മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ ആണ്. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വേരിയബിളിന്റെ വാല്യൂല് ഞാൻ പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നയാണ് അല്ലേ? ഓക്കെ, ഒരു കാര്യം ചെയ്യൂ. നെക്സ്റ്റ് ഇനി ഒരു കാര്യം, നമ്മുടെ ടെക്സ്റ്റിൽ പൈത്തൺ വെറുതെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തേ.
ഹലോ കഴിഞ്ഞിട്ട് ജസ്റ്റ് പൈത്തൺ ആഡ് ചെയ്ത് കൊടുത്തേടാ മുകളില് ടെക്സ്റ്റ് ഈക്വൽസ് ഉണ്ട് അവിടെ. എന്തായിരുന്നു ആഡ് ചെയ്യാൻ ഒന്നുകൂടെ പറയാം. പൈത്തൺ ക്യാപിറ്റൽ പി വെച്ചിട്ട് പൈത്തൺ ആഡ് ചെയ്യാം. ഹലോ റിമൂവ് ചെയ്യാനോ? വേണ്ട, ഹലോ റിമൂവ് ചെയ്യണ്ട, ഹലോയുടെ കൂടെ. എക്സിക്യൂട്ട് ചെയ്തേടാ. ട്രൂ പ്രിന്റ് ആയി അല്ലേ? ബിക്കോസ് ഇപ്പോ അതിൽ പൈത്തൺ എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട് അല്ലേ? ക്ലിയർ ആണോടാ? അതായത് ഈ ഇൻ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ സ്ട്രിങ്ങിലേക്ക് വരുമ്പോൾ ഒരു സെർച്ചിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആയിട്ട് മാറും. എടുത്തോ. ക്ലിയർ ആണോടാ? ഞാനിപ്പോ പറഞ്ഞ ഇത്രയും ക്ലിയർ ആണോ? ഇനി കൊടുത്തേടാ നെക്സ്റ്റ് കൊടുക്ക് പ്രിന്റ് ബ്രാക്കറ്റ്സില് ടെക്സ്റ്റ് സ്പേസ് ഈസ് സ്പേസ് വേർഡ്. ഈസ് സ്പേസ് വേർഡ്. ഇവിടെ ഈസ് എന്ന് പറഞ്ഞത് ഒരു ഓപ്പറേറ്റർ ആണ്, ഐഡന്റിറ്റി ഓപ്പറേറ്റർ എന്നാണ് നമ്മൾ അതിനെ പറയുക. ഓക്കെ, അത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേടാ. ഫാൾസ് ആണ്. ഇനി ടെക്സ്റ്റിംഗ് ഈസ് അതിന്റെ ഡബിൾ കോട്ട്സിൽ നമ്മൾ കൊടുത്ത സെയിം ടെക്സ്റ്റ് ഡബിൾ കോട്ട്സിൽ പാസ് ചെയ്തേടാ. ടെക്സ്റ്റ് ഈക്വൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വാല്യൂ കൊടുത്തിട്ടില്ലേ? മുകളിലേക്ക് പോയിക്കേ. ഹലോ പൈത്തൺ, ഹലോ പൈത്തണിനെ കോപ്പി എടുത്തേ. ഹലോ പൈത്തണിനെ മാത്രമേ എക്സിക്യൂട്ട് ചെയ്ത ഈ ഡബിൾ വേർഡിന് പകരം പ്രിന്റ് ടെക്സ്റ്റ് ഈസ് ഡബിൾ കോട്ട്സിൽ ഇത് പാസ് ചെയ്തോളൂ. ഡബിൾ കോട്ട്സ് വേണ്ട, ഒരു ഡബിൾ കോട്ട്സ് റിമൂവ് ചെയ്യും. യെസ്, ഒന്ന് എക്സിക്യൂട്ട് ചെയ്തടാ. ഇവിടെ നമുക്ക് ഇത് നമുക്ക് നോർമലി ഇന്റർവ്യൂസിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്ററിനെ നമ്മൾക്ക് ഡയറക്റ്റ്ലി ഒരു സ്ട്രിംഗ് ലിറ്ററലിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ആൻസർ ഈസ് നോ. ഒരു സ്ട്രിംഗ് ലിറ്ററലിന്റെ കൂടെ ഒരിക്കലും നമുക്ക് ആരെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല? ഈസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഏതായിരിക്കും? ഈക്വൽസ്, ഡബിൾ ഈക്വൽസ് ഓപ്പറേറ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഡിഡ് യു മീൻ ഡബിൾ ഈക്വൽസ്? ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഉണ്ടായിരുന്നോടാ? ഓക്കെ,
ഒരു കാര്യം ചെയ്തേടാ, വേർഡ് ഈക്വൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൽഫബറ്റ് എന്ന് പറഞ്ഞ വാല്യൂ ഇല്ലേ, ആൽഫബറ്റ് വാല്യൂവിന് പകരം ഹലോ പൈത്തൺ എന്ന് കൊടുത്തേ അവിടെ. സ്പേസ് വേണോ അതോ ഒരുമിച്ച്? ഹലോ എക്സ്ക്ലമേഷൻ മാർക്ക് പൈത്തൺ സെയിം വേ കൊടുക്കുക. ഇനി നമ്മളുടെ ടെക്സ്റ്റ് ഈസ് ഹലോ പൈത്തൺ റിമൂവ് ചെയ്തിട്ട് ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്തേ. ഇത് മാത്രം റിമൂവ് ചെയ്യാൻ. യെസ്, റിമൂവ് ചെയ്തോടാ, ആ ലൈനെ റിമൂവ് ചെയ്യും. ലൈൻ നമ്പർ 24 റിമൂവ് ചെയ്തേക്ക്. എക്സിക്യൂട്ട് ചെയ്യൂ. ട്രൂ റിട്ടേൺ ചെയ്തു അല്ലേ? അതായത് രണ്ട് സ്ട്രിംഗ് വാല്യൂസിനെ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് ഐഡന്റിറ്റി ഓപ്പറേറ്റർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? രണ്ട് സ്ട്രിംഗ് വാല്യൂസിനെ തമ്മിൽ കണ്ടന്റിനെ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതിനുവേണ്ടി ഈസ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഡയറക്ട്ലി ഡബിൾ കോട്ട്സ് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? നമ്മൾ നേരത്തെ ടെക്സ്റ്റ് ഈസ് ഡബിൾ കോട്ട്സിൽ കൊടുക്കാൻ നോക്കിയപ്പോൾ സ്ട്രിംഗ് ലിറ്ററലി ഈസ് നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞിട്ട് എറർ അടിച്ചു അല്ലേ? പകരം നമ്മൾ അതിനൊരു വേരിയബിളിൽ അസൈൻ ചെയ്ത് കൊടുത്തപ്പോൾ വർക്കായി അല്ലേ? അതാണ് നമ്മളുടെ ഈസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഐഡന്റിറ്റി ഓപ്പറേറ്ററിന്റെ സ്പെഷ്യാലിറ്റി. ഡയറക്റ്റ് സ്ട്രിങ്ങിനെ അത് എടുക്കത്തില്ല, പകരം ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്താൽ മാത്രമേ എടുക്കത്തുള്ളൂ. മനസ്സിലായടാ? ഞാനിപ്പോ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഡൗട്ട്സ് ഉണ്ടോടാ? ഇല്ല. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നേ. ഇനി എന്നോട് അനഘ ചോദിച്ച ക്വസ്റ്റ്യൻ, നമ്മളുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചാറ്റിലിട്ടേടാ. ഞാൻ അതിന്റെ അൽഗോരിതം തരാം, അൽഗോരിതം വെച്ചും ട്രൈ ചെയ്യാം കേട്ടോ. ഇത് ചാറ്റിലിടാനല്ലേ പറഞ്ഞേ? ചാറ്റിലിട്ടോ ക്വസ്റ്റ്യൻ. എന്നോട് അനഘ ചോദിച്ചിരുന്നു, അതായത് നമ്മൾ അസൈൻമെന്റിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിരുന്നു കേട്ടോ. റീഡ് ആൻ ഇൻപുട്ട് ഫ്രം ദ യൂസർ ആൻഡ് പ്രിന്റ് ദ നെയിം വിത്ത് ദ നെയിം. അത് എനിക്ക് അവിടെ വരേണ്ട മെസ്സേജ് എന്ന് പറയുന്നത് എൻ്റർ ദ ടെസ്റ്റ് പ്ലീസ് എൻ്റർ എക്സിറ്റ് ടു സ്റ്റോപ്പ് എൻട്രിങ്. ആൻഡ് എനിക്ക് കണ്ടിന്യൂസ്ലി ഈ ഒരു പ്രോംപ്റ്റ് വന്നുകൊണ്ടേയിരിക്കണം. ആൻഡ് എക്സിറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്ന മൊമെന്റിൽ അത് അവസാനിക്കണം. ഓക്കെ, അപ്പൊ അതിനുള്ള ഒരു അൽഗോരിതം എങ്ങനെയാ വരാന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വാല്യൂവിനെ അസൈൻ ചെയ്യണം. Add a loop which checks if the add a loop which checks if the
not step 3. ചാറ്റിൽ ടൈപ്പ് ചെയ്യുവാണ് കേട്ടോ. ആൻഡ് ഡിസ്പ്ലേ if text is exit, then print ഞാനിപ്പോ ചാറ്റില് ഒരു അൽഗോരിതം ഇട്ടിട്ടുണ്ട്. ഈ അൽഗോരിതം വെച്ചിട്ട് അനക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമോ? ഇത് വെച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അനക്ക് കിട്ടുന്നില്ലെങ്കിൽ പറയാം. മീൻവൈൽ ബാക്കിയുള്ളവരും ചെയ്യാട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ എൻ്റെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഈ ഒറ്റൊരു കോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വൈൽ ലൂപ്പിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആവും. ഇത് വൈൽ ലൂപ്പ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന അസൈൻമെന്റ് ആണ്. ഓക്കെ, ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം കേട്ടോ. ഒന്ന് കിട്ടുന്നില്ലെങ്കിൽ എന്നോട് പറയണേ. അഖിലേന്ദുവും പറയണം കേട്ടോ. ഓക്കെ, ശരി ശരി. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ബൈ.